പുള്ളിയുടെ ലാസ്റ്റ് ഡേ ഉണ്ടായിരുന്നു ആ റെസ്റ്റോറൻറ്റിൽ. ഈ ലാസ്റ്റ് ഡേയിൽ പുള്ളി കരഞ്ഞുകൊണ്ടാണ് ആ കീ ഞങ്ങൾക്ക് തന്നത്. ഞാനിത് കൊടുക്കേണ്ട ആവശ്യമില്ല, അതെനിക്ക് കുറച്ചുകൂടി നന്നായി ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ കരഞ്ഞുകൊണ്ടാണ് ആ ഇറ്റാലിയൻ ഞങ്ങൾക്ക് കീ അടക്കം തന്നത്. ഇതുപോലൊരു പ്രൊജക്റ്റ് കണ്ടുപിടിക്കുക, അത് സെയിലിലേക്ക് കൊണ്ടുവരിക, മെനു എങ്ങനെ ഡിസൈൻ ചെയ്യണം, അങ്ങനെ ഇൻറ്റീരിയർ ഡിസൈൻസ്, ഷെഫിനെ ഫൈൻഡ് ചെയ്യുന്നത് തൊട്ട് ഏകദേശം ഒരു 2 to 3 months സ്ലീപ്ലെസ് നൈറ്റാണ് ഞങ്ങളുടെ ആ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ഞങ്ങളുടെ ഒരു സ്പെഷ്യാലിറ്റി, ഞങ്ങളുടെ നമ്പറും കൊണ്ടല്ല പ്രൂവ് ചെയ്തത്. ഞങ്ങൾ എത്ര റെസ്റ്റോറൻറ്റ്സ് ഓൺ ചെയ്യുന്നു അതിൻ്റെ ടേൺ ഓവറും കൊണ്ടല്ല ഞങ്ങൾ ഇൻവെസ്റ്റേഴ്സിനെ പിച്ച് ചെയ്യിപ്പിക്കുന്നത്. ഞങ്ങളുടെ സ്റ്റോറിയും കൊണ്ടാണ്, വാട്ട് വി ഹാവ് ഡൺ. കാരണം നമുക്ക് രണ്ടുപേരും റെസ്റ്റോറൻറ്റ് പ്രീവിയസ്ലി ഞങ്ങൾ റെസ്റ്റോറൻറ്റ് നടത്തിയിട്ടുള്ള ആൾക്കാരൊന്നും അല്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പം ഞങ്ങളൊരു 6 മാസം നിന്ന് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പഠിച്ചു. ഏത് പട്ടിക്കാട്ടിലാണെങ്കിൽ പോലും നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്ത് പ്രോപ്പർ സ്ട്രാറ്റജി ആൻഡ് വിത്ത് പ്രോപ്പർ പ്ലാൻ വി ക്യാൻ ഡു എവറിത്തിങ്. ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ ഇതിനോട് വന്നിട്ട് അടി ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒന്ന് നമ്മളെ ഫാമിലിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കുമെന്നൊരു ഞാൻ ചോദിച്ച നിമിഷങ്ങളുണ്ട്. അടുത്തൊരു 5 വർഷത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫാമിലിയായിട്ട് സമാധാനമായിട്ടിരിക്കാം. ഞങ്ങളുടെ മോളുടെ കൂടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പം ഞങ്ങൾ കഷ്ടപ്പെട്ടാലും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾക്കറിയാം. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇത് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. ഇന്ന് നമ്മുടെ കൂടെയുള്ള അതിഥിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിലൊക്കെ ഒരു സ്റ്റാർട്ടപ്പ് നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പ്ലാനുകളും ടെൻഷനുകളും ആയിരിക്കും നമ്മുടെ മനസ്സിൽ. ചിലർ ഈ ടെൻഷനൊക്കെ കാരണം പ്ലാൻ മാത്രമേ ഉണ്ടാവുള്ളൂ, സ്റ്റാർട്ടപ്പ് ചെയ്യാതെ അങ്ങ് പോകും. ആ ടൈമിലാണ് ഇവിടുന്ന് UK ഇവിടെ നേരെ നഴ്സിംഗ് പഠിച്ചിട്ട് ആ നഴ്സിംഗുമായി അവിടെ ചെന്ന് അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് സ്വന്തമായി ഒരു പബ്ബ് തുടങ്ങിയ അല്ലെങ്കിൽ ഒരു പിസ്സ ഔട്ട്ലെറ്റ് തുടങ്ങിയ ധീര വനിത എന്ന് തന്നെ പറയാം. അത്രയും റിസ്ക് ആണ് എടുത്തേക്കുന്നത്. നമുക്ക് വെൽക്കം ചെയ്യാം എലീന നിതിൻ. നമസ്കാരം. നമസ്കാരം. എങ്ങനെയാണ് ഈ ധൈര്യം കിട്ടിയത്? ചാൾസ് റോബിൻസിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. എവിടെ നിന്നാണ് ഇത്ര ധൈര്യം കിട്ടിയത്? ധൈര്യം കിട്ടിയത് ഫ്രം മൈ പാർട്ട്ണർ. ഞാൻ വളർന്നത് എന്റെ ഹസ്ബൻഡിന്റെ കൈകൾ കൂടി ആയതുകൊണ്ട് മൈ ഗ്രോത്ത് വാസ് സോ ഫാസ്റ്റ് ആൻഡ് സോ ക്വിക്ക്. കൂടെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ബാക്ക് ബോൺ പോലെ ഒരാളുടെ നമുക്ക് എന്തും ചെയ്യാലേ. ബാക്ക് ബോൺ ആൻഡ് സ്ട്രോങ് പില്ലർ. എന്റെ നിതിൻ ചേട്ടാ, നിങ്ങളെയും കൂടി കൊടുത്തിരുത്തണോടെ. ശരിക്കും ഈ യാത്ര തുടങ്ങിയത് അങ്ങ് മാനന്തവാടിന്ന് പറവൂർ വഴി നേരെ UK അതെ. നോക്കൂ, അതൊന്ന് ജസ്റ്റ് ഒന്ന് മാനന്തവാടിയിലേക്ക് പോവാം. എങ്ങനെയാണ് ഇതിലേക്ക്? മെഡിസിൻ അല്ലേ ആദ്യം പഠിച്ചത്? ഞാൻ നഴ്സിംഗ് ആണ് പഠിച്ചത്. നഴ്സിംഗ് പഠിച്ചു, മൈസൂർ നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തു. അവിടുന്ന് പിന്നെ കുറച്ചു കാലം ഞാൻ മുംബൈയിൽ വർക്ക് ചെയ്തു. പല സ്ഥലത്ത് കുറച്ച് നാളൊക്കെ വർക്ക് ചെയ്തു. അങ്ങനെ പിന്നെ എല്ലാ നഴ്സുമാരും ചെയ്തതുപോലെ UK പോവുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രിയിലേക്ക് പോവുക, അങ്ങനെ ഒരു പിടിച്ചങ്ങ് പോയി. കാരണം അന്ന് അതല്ലേ സാഹചര്യം ഉള്ളൂ. അങ്ങനെ പോയി. അവിടെ നിന്നാണ് ഒരു 1 year ഞങ്ങൾ വർക്ക് ചെയ്തു. പല ജോലികളിലാണെങ്കിലും ഇതിനാണെങ്കിലും ഇവിടുന്ന് ഒരു മീഡിയ കമ്പനി ആയിരുന്നു ഇതിനുണ്ടായിരുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ ആണെങ്കിലും പുള്ളിയും ഞാൻ പോയപ്പോൾ എൻ്റെ കൂടെ വന്നു. അങ്ങനെ പല റെസ്റ്റോറൻറ്റ്സുകളിലും പല സ്ഥലങ്ങളിലും പല വർക്കുകളും നൈറ്റും ഡേയ്സും പല വർക്കുകളും ചെയ്തു. ഏകദേശം 1 year. അവിടെ നിന്നാണ് ഞങ്ങൾ ഒരു സ്വന്തമായി ഒരു റെസ്റ്റോറൻറ്റ് ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തൂടെ എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിയത്. ഓക്കെ, ശരിക്കും ഇങ്ങനൊരു നമ്മുടെ നാട്ടിലും കൂടിയല്ല, UK പോലത്തെ ഒരു സ്ഥലത്ത് നമ്മൾ ഒരു സ്കില്ല് പഠിച്ചിട്ട് തന്നെ ഇവിടുന്ന് പോകുന്നത്. ഓക്കെ, അവിടെ പോയിട്ട് ഇനി ഒന്നും ഇല്ലാതെ ആവരുത് അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ഇവിടുന്നേ പഠിച്ചിട്ട് പോകുന്നത്. ആ പഠിച്ച സംഭവം മാറ്റി വെച്ചിട്ട് പുതിയൊരു കാര്യം അവിടെ തുടങ്ങണമെങ്കിൽ ചെറിയ റിസ്ക് ഒന്നും അല്ല, ഭയങ്കര റിസ്ക് തന്നെയാണ്. അപ്പോൾ ഇതിങ്ങനെ ഒരു പ്ലാൻ മനസ്സിൽ ആദ്യം വന്നപ്പോൾ മുമ്പോട്ട് പോകാനുള്ള ഒരു ധൈര്യം കിട്ടിയത് അവിടെ നിന്നാണ്. ഞങ്ങൾ 2 പേർക്കും ഒരേ വിഷൻ ആയിരുന്നു. സെയിം പീപ്പിൾ ഹാവ് എ സെയിം വിഷൻ ആൻഡ് മിഷൻ. അപ്പം അതാണ് ഞങ്ങൾ ഇതിൽ വർക്ക്ഔട്ട് ആവാനുള്ള റീസൺ എന്ന് പറയുന്നത്. ഇപ്പൊ ഒന്നില്ലെങ്കിൽ ഭാര്യ ഒരു കാര്യം പറയുമ്പോൾ ഭർത്താവിന് പേടിയായിരിക്കും, അല്ലെങ്കിൽ ഭർത്താവ് ഒരു കാര്യം പറയുമ്പോൾ ഭാര്യയ്ക്ക് പേടിയായിരിക്കും. ചേട്ടാ നമ്മളെ പൈസയൊക്കെ പോവോ, അല്ലെങ്കിൽ ഇതെല്ലാം പോകുന്നുള്ളൂ. പക്ഷെ വി ബോത്ത് ഹാവ് എ സെയിം മെന്റാലിറ്റി ആൻഡ് സെയിം വിഷൻ. അപ്പൊ അതിലൂടെയാണ് ഞങ്ങൾ അങ്ങ് തുടങ്ങാം എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് എത്തിയത്. ഓക്കെ, ഇത് പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ പോകുന്ന എല്ലാ ദമ്പതിമാരോടും പറയാനുള്ളതാണ്. ഇതേ മെന്റാലിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാം, അല്ലേ? ഒരേ വൈബിൽ എത്തിയാൽ മതി. ഓക്കെ, ഇപ്പോൾ ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായാലും ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് ചെയ്തിട്ടുണ്ടാവും, വളരെ നല്ല രീതിയിൽ. ഇപ്പോൾ വളരെ വിജയകരമായിട്ട് പോയിക്കൊണ്ടിരിക്കുക. സന്തോഷം, വളരെ സന്തോഷം. നമുക്ക് ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ് ഇതൊക്കെ. ഈ സ്ട്രഗിൾസ് ഫേസ് ചെയ്ത് ഇത് ഒരുപാട് ആളുകൾക്ക് ഇതൊരു പാഠമാവട്ടെ. കാരണം അവിടെ ഒരു ബിസിനസ് സ്വന്തമായിട്ട് തുടങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ഫേസ് ചെയ്ത ഏത് മേഖലയെന്നായിരുന്നു? സ്ട്രഗിൾ എന്ന് വെച്ചാൽ നോ ബിസിനസ് വിത്തൗട്ട് സ്ട്രഗിൾ. ഈ ബിസിനസ് ചെയ്യുന്ന പല ആൾക്കാരും കാണുമല്ലോ, ബിസിനസ് ചെയ്യുന്നവൻ്റെ അടുത്ത് ഒരുപാട് കാശുണ്ട്, അവൻ ലക്ഷറി ലൈഫ്, അവൻ
ലക്കി മാൻ അങ്ങനെ പല ആൾക്കാരും പറയും. ബട്ട് നോബഡി നോസ് ദ സ്റ്റോറി ബിഹൈൻഡ് ദിസ് ബിസിനസ് പീപ്പിൾ. സ്ട്രഗിൾസ് വാസ് ഇറ്റ്സ് നോട്ട് എൻ ഈസി തിങ്. അപ്പം ഞാൻ എൻ്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഗോ ത്രൂ ചെയ്ത സ്ട്രഗിൾസ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് എൻ നമ്പർ. ഇപ്പം ഒരു പ്രൊജക്റ്റ് തുടങ്ങാൻ വേണ്ടി ഇപ്പം ഞാൻ വലിയ റിച്ച് ഫാമിലിയിൽ നിന്ന് വന്നതല്ല, എൻ്റെ ഹസ്ബൻഡും വലിയ റിച്ച് ഫാമിലിയിൽ നിന്ന് വന്നതല്ല. വി ഡോണ്ട് ഹാവ് ദാറ്റ് മച്ച് ഫണ്ടിങ് ഓൾസോ. അപ്പം ഒരു പ്രൊജക്റ്റ് തുടങ്ങുന്നതിൽ ഒരു ഇൻവെസ്റ്ററിനെ ഫൈൻഡ് ചെയ്യുന്നത് തൊട്ട് ആ പ്രൊജക്റ്റ് ഒന്ന് ലൈവിലേക്ക് കൊണ്ടുവരുമെന്ന് വരെ ഇറ്റ് വാസ് റിയലി ഹാർഡ് ചലഞ്ച്. ആൻഡ് ഐ വാസ് 7 months pregnant that time. അപ്പം ഇതുപോലെ ഒരു പ്രൊജക്റ്റ് കണ്ടുപിടിക്കുക, അത് സെയിലിലേക്ക് കൊണ്ടുവരിക, എന്തെല്ലാം മെനു എങ്ങനെ ഡിസൈൻ ചെയ്യണം, അങ്ങനെ ഇൻറ്റീരിയർ ഡിസൈൻസ്, ഷെഫിനെ ഫൈൻഡ് ചെയ്യുന്നത് തൊട്ട് എല്ലാ കാര്യങ്ങളിലും അതിൻ്റേതായ ഒരാഴ്ച ഏകദേശം ഒരു 2 to 3 months സ്ലീപ്ലെസ് നൈറ്റാണ് ഞങ്ങളുടെ ആ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ. അല്ലെ, ഒരു പ്രഗ്നന്റ് ലേഡിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് സമാധാനമായിട്ടുള്ള ഉറക്കമൊക്കെയാണ്. ആ ടൈമിലാണ് ഇതേപോലെ ഇത്രയും ടെൻഷൻ എടുത്ത് തലയിൽ വെച്ചൊരു ഒരു സ്റ്റാർട്ടപ്പിന് ഇറങ്ങിയേക്കുന്നത്. എന്നിട്ട് നമ്മളിപ്പോൾ എന്തായാലും ഒരു സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് ഇപ്പം നമുക്ക് ഇവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഹെൽത്തിൻ്റെ അങ്ങനെ പല ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ടുകൾ നമുക്ക് ഒരുപാട് വേണം. അതൊക്കെ പെട്ടെന്ന് കിട്ടിയായിരുന്നു അവിടെ? അതെല്ലാം ഞങ്ങൾക്ക് പെട്ടെന്ന് എടുത്ത്. ഇപ്പം നിതിനാണെങ്കിൽ ആ കാര്യങ്ങൾക്ക് ഹീസ് വെരി ഗുഡ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഫൈൻഡ് ചെയ്യാനും അത് ചെയ്യാനൊക്കെ വലിയ ക്യുക്കാണ് ആള്. അപ്പം രണ്ടുപേർക്കും ഡിഫറെൻറ്റ് ടാലൻറ്റ്സ് ഉള്ളത് കൊണ്ട് ഇപ്പം ആ ഒരു UK എന്നൊരു കൺട്രി ആണെങ്കിൽ പോലും ഇങ്ങനെ പേപ്പർ വർക്ക്സുകൾക്ക് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന് 1 week ഓഫ് ടൈം പീരീഡ് നമ്മുടെ സിസ്റ്റം കൊണ്ട് നമ്മളിരുന്ന് പ്രോപ്പറായി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെ ഞങ്ങൾ തന്നെയാണ് ഈച്ച് പേപ്പർ വർക്ക്സും എല്ലാ കാര്യങ്ങളും ഒന്നുപോലും പുറത്തു കൊടുക്കാണ്ട്. കാരണം പുറത്തു കൊടുത്താൽ എക്സ്ട്രാ ഫണ്ടിങ് ആവും, അവിടെ എക്സ്പെൻസ് അവിടെ നമുക്ക് എക്സ്പെൻസ് കൂടും. അപ്പം ഞങ്ങൾ തന്നെ ഇരുന്നിട്ടാണ് ഈച്ച് കാര്യങ്ങളും സോർട്ട് ചെയ്തത്. ഓക്കെ, അതും ഓക്കെ. ഇനി നേരെ തിരിച്ചു വരുമ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റ് ഓക്കെ, നമുക്കൊന്ന് റിലാക്സ് ചെയ്ത് നമുക്ക് തുടങ്ങാം. പബ് എന്ന് പറയുമ്പോൾ അതൊരു വേറെ സ്റ്റേജിലേക്ക് പോവുകയാണ്. അത് ഇത്രയും കൂടി ടെൻഷൻ കൂടുതലാണ്. പബ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മൊത്തത്തിൽ സെക്യൂരിറ്റി എല്ലാം കൂടിയിട്ടൊരു എന്താ പറയുക, ഒരാളുടെ ഒന്നോ രണ്ടോ പേരുടെ തലയിൽ നിൽക്കേണ്ട ഒരു സാധനമല്ല, ഒരുപാട് പേരുടെ സപ്പോർട്ടിൽ ചെയ്യേണ്ടതാണ്. അതും നിങ്ങൾ തുടങ്ങിയെന്നുള്ളതാണ്. അതെങ്ങനെയാണ് ഈ പബ്? ആദ്യം ചെയ്യുന്നത് ഒരു ടീം ബിൽഡ് ചെയ്യുക. നമുക്കൊരു ചെറിയ ഓക്കെ, ഇയാൾ പറഞ്ഞതുപോലെ ഒരു 35 ഒരു 20 സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള റെസ്റ്റോറൻറ്റ് 2 people ക്യാൻ മാനേജ്. പക്ഷെ അവിടുന്ന് ഫർദർ ഗ്രോത്ത് വേണമെങ്കിൽ ഒരു ടീം ബിൽഡ് ചെയ്യാണ്ട് ഒരു കാര്യം മൂവ് ചെയ്യില്ല. അപ്പം ഞങ്ങൾ കിച്ചണിൽ ഒരു ടീം ബിൽഡ് ചെയ്യാം, സോഷ്യൽ മീഡിയയ്ക്ക് ഒരു ടീം ബിൽഡ് ചെയ്യുക, ഫ്രണ്ട് ഹൗസിന് ഒരു ടീം ബിൽഡ് ചെയ്യുക, ഒരു കൺസൾട്ടന്റിനെ ബിൽഡ് ചെയ്യുക. അപ്പോൾ അവിടെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ടൈം ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത് അവിടെയാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ ഒരു ഫർദർ സ്റ്റെപ്പിലേക്ക് എത്താൻ. വിതൗട്ട് ടീം വി കാൺ ഡു ഇറ്റ് എനിത്തിങ്. ബിൽഡ് എ ടീം ഫസ്റ്റ്, then we forward it to the next project. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ മാനേജ് ചെയ്ത് പോകുന്നത്. അങ്ങനെ ഓക്കെ. ഇതിനൊക്കെ വ്യക്തമായിട്ടൊരു ടീം നമ്മുടെ ബാക്കിലൊരു നല്ലൊരു ടീം തന്നെയുണ്ട്. അതിനാദ്യം ബിൽഡ് ചെയ്ത് ഓരോ അലീനെ ഓരോ നിതിനെയും കൊണ്ട് ഇതൊന്നും നടക്കുന്ന കാര്യമില്ല. നമ്മൾ എവിടെയെല്ലാം ഓടിയെത്തും. ഒരു ചെറിയ ഡൗട്ട് ചോദിച്ചോട്ടെ. ഇപ്പം നമ്മളൊരു ഇൻവെസ്റ്റർ, ഇത് എന്തായാലും ഒരു ഇൻവെസ്റ്റർ ഉണ്ടാവുമല്ലോ, അദ്ദേഹത്തിന് കൊടുത്ത ധൈര്യം എങ്ങനെയായിരുന്നു? ഞങ്ങളുടെ ഒരു സ്പെഷ്യാലിറ്റി, ഞങ്ങളുടെ നമ്പറും കൊണ്ടല്ല പ്രൂവ് ചെയ്തത്. ഞങ്ങൾ എത്ര റെസ്റ്റോറൻറ്റ്സ് ഓൺ ചെയ്യുന്നു അതിൻ്റെ ടേൺ ഓവറും കൊണ്ടല്ല ഞങ്ങൾ ഇൻവെസ്റ്റേഴ്സിനെ പിച്ച് ചെയ്യിപ്പിക്കുന്നത്. ഞങ്ങളുടെ സ്റ്റോറിയും കൊണ്ടാണ്. വാട്ട് വി ഹാവ് ഡൺ. ഞങ്ങളിപ്പം ഒരെണ്ണമാണെങ്കിലും ചെയ്തത് ആ ഒരെണ്ണത്തിൻ്റെ സ്റ്റോറി, ആ ഒരെണ്ണത്തിൽ ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് പ്രൂവ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്യുന്നത്. ദേ ബിലീവ്ഡ് അസ്. ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ ഇനി എന്ത് ഗ്രോത്ത് അതിൽ കാണിക്കുമെന്ന് ദേ ബിലീവ്ഡ് അസ്. ദെയർ വി ഓൺലി 1 നിന്ന് 3 ഞങ്ങൾക്ക് പോകാൻ പറ്റിയത് പോലും. ഓക്കെ, നമ്മുടേതായിട്ടുള്ള ഒരു സ്റ്റൈല് എന്തായാലും കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കഫേയിലാണെങ്കിലും നമ്മുടെ പബ്ബിലാണെങ്കിലും, കാരണം ഒരു പുതിയൊരു ട്രെൻഡ് കൊണ്ടുവരുമ്പോഴാണ് ആൾക്കാർ ഭയങ്കര അട്രാക്റ്റീവ് ആവുന്നത്. അങ്ങനെയാണ് നമുക്ക് പുതിയ കസ്റ്റമേഴ്സ് വരുന്നത്. ഓക്കെ, അവിടെ ഇല്ലാത്ത എന്തോ ഇവിടെ ഉണ്ട്. എന്താണത് നമ്മൾ കൊണ്ടുവന്നൊരു ട്രെൻഡ്? എന്താണ് CAയിൽ വന്നാൽ എന്ത് കിട്ടും? ഈ പറഞ്ഞ ഒരു സെയിം തോട്ടാണ് ഞങ്ങൾ മാർക്കറ്റിങ്ങിന് അപ്ലൈ ചെയ്തത്. എന്തുകൊണ്ട് ബാക്കി റെസ്റ്റോറൻറ്റിൽ നിന്നും CA വേറിട്ട് നിർത്തുന്നത് എന്താണ്? CAയിൽ എന്താണ് സ്പെഷ്യൽ ഉള്ളത്? ഇപ്പം ഞങ്ങൾ ബാക്കി ഇപ്പം പല ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ്സിൽ ഞങ്ങൾ എവിടെയും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമൽ പിzzas ഇലക്ട്രിക് ഓവനിൽ കുക്ക് ചെയ്ത് വരുന്ന, ബട്ട് വി ഹാവ് ഡൺ സ്റ്റോൺ ബേക്ക്ഡ് പിസ്സ, ഹാൻഡ് സ്ട്രക്ചർഡ് സ്റ്റോൺ ബേക്ക്. അവിടെയാണ് ഞങ്ങൾ മാർക്കറ്റിംഗ് ചെയ്തതും. അതിൽ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സ്പെഷ്യാലിറ്റി. പിzzയിൽ തന്നെ കലസോൺ, എനിക്കറിയില്ല ഇവിടെയുള്ള ആൾക്കാർ അതിനോട് ഫാമിലി. കലസോൺ എന്ന് പറഞ്ഞാൽ ഫോൾഡഡ് വേർഷൻ ഓഫ് പിzzയുടെ വേറൊരു മോഡലാണ്. നമ്മുടെ ഇവിടുത്തെ അടയൊക്കെ ഇല്ലേ, അടയൊക്കെ ഇരിക്കുന്ന പോലെ വേറൊരു സാധനമാണ് ഈ കലസോൺ എന്ന് പറയുന്നത്. ഇവിടെ എനിക്ക് ഇവിടെ പല നോർത്ത് ഇന്ത്യയിലൊക്കെ ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ്സിൽ അവൈലബിൾ ആയിരിക്കും. ബട്ട് ഐ ഹാവ് നെവർ സീൻ ഇൻ നമ്മുടെ പപ്പ ജോൺസിലോ പിസ്സ ഹട്ടിലോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇറ്റ്സ് നോട്ട് ദാറ്റ് മച്ച് ഇവിടെ അത്ര ഫെമിലിയർ അല്ല. പക്ഷെ അവിടെ ഞങ്ങൾ ഇതുപോലെയുള്ള വെറൈറ്റി സാധനങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ ആൾക്കാർക്ക് CAയിൽ പോയാൽ ഇത് കിട്ടും. പിന്നെ ഞങ്ങൾ റീസെന്റ് ഒരു സാധനം ലോഞ്ച് ചെയ്തായിരുന്നു, ദുബായ് ചോക്ലേറ്റ് തിരാമിസു.
ദുബായ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് ഇറ്റ്സ് പോപ്പുലർ. ഓക്കെ. അപ്പം അത് വെച്ച് സിയയിൽ മാത്രം അവൈലബിൾ ഒരു സാധനമാണ് ദുബായ് ചോക്ലേറ്റ് തിരാമിസു. തിരാമിസു ഇസ് എൻ ഡെസേർട്ട് സ്പെഷ്യലൈസ്ഡ് ഇൻ ഇറ്റാലിയൻ കുസിനുള്ള ഒരു ഡെസേർട്ടാണത്. അപ്പം അവിടെ ഞങ്ങളൊരു ഇന്നോവേഷൻ കൊണ്ടുവന്നു. ദുബായ് ചോക്ലേറ്റ് തിരാമിസു എന്ന് പറയുന്നത് തന്നെ ഇറ്റ് ഹാസ് ക്രിയേറ്റഡ് ഭയങ്കര ഒരു ഇമ്പാക്ട് ഞങ്ങൾക്ക് അതിന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഈ ഐഡിയാസ് ഒക്കെ ഇല്ലേ? ഓക്കെ, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെയുള്ള ഐഡിയാസ് ഒക്കെ വരുന്നത്. നിങ്ങൾ ഇതിനു വേണ്ടി യാത്ര ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ പല പല റെസ്റ്റോറൻറ്റുകളിലെല്ലാം നിങ്ങൾ പോയിട്ടുണ്ടോ? പല റെസ്റ്റോറൻറ്റ്സിൽ പോയി കുറെ കാശ് കളഞ്ഞിട്ടുണ്ട് ഞങ്ങൾ. കാരണം ഇവിടെ റെസ്റ്റോറൻറ്റ്സ് ട്രൈ ചെയ്യുന്ന പോലെയല്ല അവിടെ. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഡിഷ് ആണെങ്കിൽ പോലും ഓർഡർ ചെയ്ത് ഒരുപാട് കാശ് ഞങ്ങൾ അവിടെ തന്നെ കളഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഈ ഇറ്റാലിയൻ ഫുഡ് അതിനോട് ഇത്ര താല്പര്യം അവിടെയുള്ള ആൾക്കാർക്ക് വരാൻ കാരണം എന്താ? ബ്രിട്ടൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രിട്ടൻ്റെ ടോട്ടൽ പോപ്പുലേഷൻ ഒരു 58 അല്ലെങ്കിൽ 60% എവറിഡേ പ്രിഫർ ചെയ്യുന്ന ഒരു ഫുഡാണിത്. ഇപ്പം ഇന്ത്യൻ കുസിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ഇപ്പം ബട്ടർ മസാല, നാൻ, ഇതൊക്കെ ജസ്റ്റ് വീക്ക്ലി വൺസ് അല്ലെങ്കിൽ മന്ത്ലി വൺസ് അവർ ട്രൈ ചെയ്യുന്ന ഒരു സാധനം. അപ്പം എനിക്ക് വീക്ക്ലി വൺസോ മന്ത്ലി വൺസോ ഉള്ള ബിസിനസ് കൊണ്ട് അവിടെ എന്തായാലും ജീവിക്കാൻ പറ്റില്ല. അപ്പം എൻ്റെ വിഷനേ അതല്ല. അങ്ങനെ കുറച്ച് കിട്ടി, ഇത്രയും സ്ട്രഗിൾ ഇട്ടിട്ട് ആ ഒരു എമൗണ്ട് കിട്ടി ജീവിക്കാന്നുള്ളത് ഞങ്ങളുടെ രണ്ടുപേരുടെയും കോൺസെപ്റ്റിലേ ഇല്ല. അല്ല, ഇതൊരു വലിയൊരു കാര്യമാണോ? കാരണം നമ്മൾ ഇവിടെ പോയിട്ട് അവിടെ കേരള ഫുഡ്, ഇന്ത്യൻ ഫുഡ് എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്കൊരു വിരുന്നുകാർ വരുന്നല്ലോ, ഒരു ഗസ്റ്റ് വരുന്നല്ലോ, വല്ലപ്പോഴും വന്ന് കഴിച്ചിട്ടും പോകുന്നൊരു കാര്യമാണ്. അവർക്ക് ഡെയിലി ആവശ്യമുള്ള സാധനമല്ലേ നമ്മൾ ചെയ്യേണ്ടത്? ഇതെന്താ പലരും ചിന്തിക്കാത്ത? ഡെയിലി സെയിലുള്ളത് ചെയ്തിട്ടല്ല നമുക്കൊരു വലിയ സ്കെയിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും. നിങ്ങളുടെ വർക്കൗട്ട് ചെറുതല്ല കേട്ടോ. അപ്പോൾ ഒരു 1.5 വർക്കൗട്ട് നടത്തിയേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു റെസ്റ്റോറൻ്റ് ആയിട്ടാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്? എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? അങ്ങനെയല്ലേ? ഞങ്ങളുടെ സ്റ്റോറി എന്ന് പറയുന്നത് ബെസ്ബറി എന്നൊരു ഏരിയയിൽ ഒരു ഇറ്റാലിയൻ തന്നെ നടത്തിക്കൊണ്ടിരുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അത് ശരിക്കും അതിന്റെ പേര് സിയ പിസ്സ എന്ന് തന്നെയാണ്. ഞങ്ങൾ കൊടുത്ത പേരല്ല അതിന്. ഞങ്ങളെ എക്സിസ്റ്റിംഗ് അയാളൊരു 11 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡായിരുന്നു. അപ്പം പുള്ളിക്ക് അതിൻ്റെ ഒരു ഫർദർ സ്റ്റെപ്പിലേക്ക് പോകാനൊന്നുമില്ല. അപ്പം ദിവസം ഒരു 5 ഓർഡർ 6 ഓർഡർ, അങ്ങനെ ആ ഒരു ഓർഡറിൽ ഒരു 3-4 ഡൈനിങ് അങ്ങനെ വെച്ച് പുള്ളി നടത്തിക്കൊണ്ടിരുന്ന ബിസിനസ്സാണ്. പുള്ളിക്ക് അതൊരു എക്സ്റ്റെൻഡിൽ പോകാനായപ്പോഴത്തേക്കും സെല്ലിന് വന്നപ്പം അവിടുന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇത് ടേക്ക് ഓവർ ചെയ്തു. അപ്പം ഞങ്ങളൊരു 6 മാസം ഒരു ഇതിൻ്റെ ട്രാൻസിഷൻ ടൈമുണ്ട്. ഈ ബിസിനസ് നമ്മളിലേക്ക് ട്രാൻസിഷൻ ചെയ്തു തരുന്ന സമയമുണ്ട്. അതിൻ്റെ ലീസ്, കമ്പനി ട്രാൻസ്ഫർ ഇതൊക്കെ നടക്കുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ തൊട്ടേ ഞങ്ങൾ അവിടെ ജോലിക്ക് കയറി. ഞങ്ങളുള്ള ജോലിയൊക്കെ വിട്ട് ഞങ്ങൾ രണ്ടുപേരും അവിടെ പണിക്ക് കയറി. അങ്ങനെ നിതിൻ കിച്ചൺ സൈഡ് ആണെങ്കിലും ഞാൻ ഫ്രണ്ട് ഹൗസ് സൈഡിൽ നിന്നിട്ടും, കാരണം നമുക്ക് രണ്ടുപേരും റെസ്റ്റോറൻറ്റ് പ്രീവിയസ്ലി ഞങ്ങൾ റെസ്റ്റോറൻറ്റ് നടത്തിയിട്ടുള്ള ആൾക്കാരൊന്നും അല്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പം ഞങ്ങളൊരു 6 മാസം നിന്ന് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പഠിച്ചു. ഇപ്പം ഈ 11 വർഷം നടത്തിയ പുള്ളിയുടെ അടുത്ത് നിന്ന് അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളൊരു 6 മാസം നിന്ന്, ഒരു ഗ്ലാസ് തുടയ്ക്കുന്നത് എങ്ങനെയാണ് പോലും ഞാനിവിടെ ഒരു ഗ്ലാസ് ഡിഷ് വാഷർ ഒന്നും ഈ രാജ്യത്ത് കണ്ടിട്ടില്ല. അപ്പോൾ അതിൽ എങ്ങനെയാണ് പ്രവർത്തനം, ഈ ഗ്ലാസ് എങ്ങനെ തിളങ്ങി നിൽക്കണം എന്നുള്ള കാര്യങ്ങൾ വരെ ഞങ്ങൾ അവിടെ നിന്നാണ് പഠിക്കുന്നത്. അങ്ങനെ വിറ്റാരിയോ എന്ന ഇറ്റാലിയൻ്റെ അടുത്ത് നിന്ന് ആ പുള്ളിയുടെ റെസിപ്പീസും കാര്യങ്ങളും എല്ലാം പഠിച്ച് ആ റെസിപ്പിയിൽ ഒരു ഇന്നോവേഷൻസ് അവിടെ തന്നെ വരുത്തി, അവിടെ തന്നെ ഫസ്റ്റ് ട്രയൽ ഒരു 35 സീറ്റിംഗ് കപ്പാസിറ്റി ആൻഡ് ടേക്ക് അവേ, അതായിരുന്നു സിയ പിസ്സ ആദ്യം ഒരു കൺട്രി സൈഡിൽ. അപ്പം അവിടെ നിന്ന് 5 സെയിലിന് ഞങ്ങളൊരു വിത്തിൻ 1 മന്ത് ഓഫ് പുള്ളി നിന്ന സമയത്ത് തന്നെ ഞങ്ങൾ അപ്പം തന്നെ പുള്ളി, കാരണം എന്തായാലും കാര്യങ്ങളൊക്കെ തുടങ്ങിയല്ലോ, കമ്പനി ഞങ്ങളുടെ ആവും ഞങ്ങൾക്ക് ഉറപ്പായ സമയത്ത് കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ നടക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഒരുപാട് പല മാർക്കറ്റിങ്ങും പല കാര്യങ്ങളും ചെയ്ത് ഈ 5 സെയിലിൽ നിന്ന് പുള്ളി നിൽക്കുന്ന സമയം തന്നെ ഞങ്ങൾ 25 സെയിലിലേക്ക് എത്തിച്ചു. പക്ഷേ അപ്പം എൻഡ് ഓഫ് ദ ഡേ ഈ കമ്പനി പുള്ളിയുടെ ലാസ്റ്റ് ഡേ ഉണ്ടായിരുന്നു ആ റെസ്റ്റോറൻറ്റിൽ. ഈ ലാസ്റ്റ് ഡേയിൽ പുള്ളി കരഞ്ഞുകൊണ്ടാണ് ആ കീ ഞങ്ങൾക്ക് തന്നത്. ഞാനിത് കൊടുക്കേണ്ട ആവശ്യമില്ല, എനിക്ക് കുറച്ചുകൂടി നന്നായി ചെയ്യാൻ പറ്റുമായിരുന്നു, അങ്ങനെ കരഞ്ഞുകൊണ്ടാണ് ആ ഇറ്റാലിയൻ ഞങ്ങൾക്ക് കീഴടക്കാൻ തന്നത്. സോ ദേ വി പ്രൂവൺ വി ക്യാൻ ഏബിൾ ടു ഡു സംതിങ്. നമ്മൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തും അവിടെ ചെയ്യാൻ പറ്റും, വിജയിക്കാൻ പറ്റും. ഏത് പട്ടിക്കാട്ടിലാണെങ്കിൽ പോലും നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്ത് പ്രോപ്പർ സ്ട്രാറ്റജി ആൻഡ് വിത്ത് പ്രോപ്പർ പ്ലാൻ വി ക്യാൻ ഡു എവറിത്തിങ്. ഇതിലെ വേറൊരു കാര്യം കേട്ടോ, നമ്മളൊരു സ്ഥാപനം പുതിയത് തുടങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടി അട്രാക്ഷൻ കിട്ടും ആൾക്കാരുടെ. നിലവിൽ വർഷങ്ങളായിട്ടൊരു സ്ഥാപനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന അതിൽ സ്ഥിരം വരുന്ന കസ്റ്റമർ, അത് നമ്മൾ ഏറ്റെടുത്ത് ആ പേര് പോലും മാറ്റാതെ അവിടെ ഒരു ഒരു വലിയൊരു മാറ്റം കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഞങ്ങളൊരു ഗ്രാൻഡ് ഓപ്പണിംഗ് പോലും ഇല്ലായിരുന്നു. ന്യൂ ഓണേഴ്സ് വന്നു എന്ന് പറഞ്ഞ് ഞങ്ങളൊരു ഗ്രാൻഡ് ഓപ്പണിംഗ് അണ്ടർ ന്യൂ മാനേജ്മെന്റ് എന്ന് പോലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പിന്നെ മൗത്ത് പബ്ലിസിറ്റി ഇല്ലാണോ ഇത്ര ആളുകൾ അവിടെ വരാൻ തുടങ്ങി? നോ, there we have implemented some of the strategies. അപ്പം അവിടെയാണ് നിതിൻ്റെ മീഡിയ സൈഡ് വർക്ക് ചെയ്തത്. സോ ഹി ഹാസ് ഡൺ സം ട്രിക്സ് ആൻഡ് ടിപ്സ് ഇൻ ദ മാർക്കറ്റിംഗ് ആൻഡ് പുതിയ കുറച്ച് വീഡിയോസും കാര്യങ്ങളും. ഒരു വെബ്സൈറ്റ് പോലും ഇല്ലായിരുന്നു ആ ഒരു റെസ്റ്റോറൻറ്റിൽ. ഓക്കെ, ഞങ്ങൾ അവിടെ ഒരു ബ്രാൻഡിനെ റീബിൽഡ് ചെയ്തെടുത്തു.
there we have made the success. പിന്നെ ഞങ്ങളൊരു കൺസൾട്ടൻറ്റിനെ കൊണ്ടുവന്ന് റെസിപ്പീസിലൊക്കെ ഒന്ന് മെനുവിലൊക്കെ ഒന്നും ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തി എങ്കിൽ വലിയ രീതിയിലുള്ള മാറ്റം വരുത്താണ്ട് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെയും പിടിച്ചു നിർത്തി പുതിയ കസ്റ്റമേഴ്സിനെയും കൊണ്ടുവരുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തു. ആരെയും ക്ലോസ് ചെയ്തില്ല, രണ്ടു കൂട്ടരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ ചെയ്തു. ഇപ്പോൾ അവിടെ നേരത്തെ ഉണ്ടായിരുന്നപ്പോൾ പറഞ്ഞ പഴയ കസ്റ്റമേഴ്സ് അവർ വന്നിട്ട് നമ്മളത് എടുത്തതിന് ശേഷം നമ്മളോട് ഒന്ന് പറയുന്ന അഭിപ്രായങ്ങൾ എന്താണ്? അവർ ഞങ്ങളോട് പറയുന്നത് അവർ കണ്ട മാറ്റങ്ങൾ എന്താണ്? അവർ കണ്ട മാറ്റം കുറച്ചുകൂടി ടെക്നിക്കൽസ് ആയിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തു. പുതിയ പുതിയ ഫുഡുകൾ, പഴയ ഫുഡിനെ ഒന്നും കളയാണ്ട്, പഴയ പോപ്പുലർ മോസ്റ്റ് സെല്ലിംഗ് ഐറ്റംസ് ഒന്നും കളയാണ്ട് തന്നെ പുതിയ ഐറ്റംസുകൾ ആഡ് ചെയ്തപ്പോൾ ദേ വർ വെരി ഹാപ്പി ബിക്കോസ് പീപ്പിൾ വാണ്ട് ടു ട്രൈ സംതിങ് ന്യൂ. 11 വർഷമായിട്ടും പുതിയ ഒന്നും വരാത്ത സ്ഥലമാണ്. അപ്പോൾ അവിടെ സംതിങ് ന്യൂ വന്നപ്പോൾ പീപ്പിൾ വർ വെരി അട്രാക്റ്റീവ്. ദെൻ വി ജംപ് ഇൻ ടു അത് കഴിഞ്ഞ് വെസ്റ്റ്ബറി കഴിഞ്ഞ് ഞങ്ങൾ സോൾസ്ബറി സ്റ്റാർട്ട് ചെയ്തു. സോൾസ്ബറി ഓൾസോ ഇസ് ലൊക്കേറ്റഡ് സൗത്ത് ഓഫ് ദ ഇംഗ്ലണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ സെമിങ്ടണിൽ ഗാസ്ട്രോപബ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ ഡോസെറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വീണ്ടും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഓരോ സ്റ്റെപ്പിലും പല കാര്യങ്ങൾ പഠിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേഖലയിൽ ഒരുപാട് അപ്ഡേഷൻസ് ഡെയിലി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫുഡ് ആണെങ്കിലും എന്താണെങ്കിലും ടെക്നിക്കൽ സൈഡ് ആണെങ്കിലും ഭയങ്കര അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ സ്ഥലത്താണ്, അതും പ്രത്യേകിച്ച് UK പോലുള്ള സ്ഥലങ്ങളിൽ ഭയങ്കര ഹൈ ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ ഈ റിസ്ക് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണ്ടേ, ഇങ്ങനെ ചുറ്റുള്ളതും എന്താണ് ഡെയിലി നടക്കുന്നതെന്നും അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്? നാട് ഓടുമ്പോൾ നമ്മൾ നടുവേ ഓടണമല്ലോ. ചുറ്റും ഇപ്പോൾ ചുറ്റുമുള്ള റെസ്റ്റോറൻറ്റ്സിൽ വരുന്ന അപ്ഡേറ്റ് ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ് ഞങ്ങളുടെ ദുബായ് ചോക്ലേറ്റ് തിരാമിസു. ലോകം മൊത്തം ഒരു ദുബായ് ചോക്ലേറ്റ് തിരാമിസു, ദുബായ് ചോക്ലേറ്റിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എവിടെ പോയാലും ഏത് ഡ്യൂട്ടി ഫ്രീ പോയാലും എല്ലാ ആൾക്കാരും ചോദിക്കുന്നത് അതാണ്. സോ അത് വെച്ച് ആ ഒരു ട്രെൻഡ് ബേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇതും ലോഞ്ച് ചെയ്തത്. അപ്പം ഞങ്ങൾ തന്നെയാണ്, ഞാനും ഇതിന് തന്നെയാണ് ആ സൈഡ് ഫോക്കസ് ചെയ്യുന്നത്. ബിക്കോസ് നമ്മുടെ ബ്രാൻഡിനെ ബിൽഡ് ചെയ്യാൻ നമ്മുടെ എഫോർട്ടിനേക്കാൾ കൂടുതൽ വേറെ ആരും ഇടില്ല. സ്റ്റിൽ നമുക്ക് സ്റ്റാഫ് ഉണ്ടെങ്കിലും സ്റ്റാഫ് ഫൈൻഡ് ചെയ്താലും ഞങ്ങളും ഞങ്ങളുടെ ഒരു മോസ്റ്റ് ഓഫ് ദ ടൈമും സ്പെൻഡ് ചെയ്യുന്നത് അതിനാണ്. അപ്പം ഞാനൊരു ഭയങ്കര സില്ലി ആയിട്ട് തോന്നുന്നു ആൾക്കാർക്ക്. ഞങ്ങൾ ഒരു വർഷമായിട്ട് ഞങ്ങളുടെ ഫാമിലിനെ കുറിച്ചോ ബാക്കി ഫാമിലി ലൈഫിനെ കുറിച്ചോ സംസാരിച്ചിട്ട് പോലും ഇല്ല. ഇപ്പം ബെഡ് ടൈമിലാണെങ്കിലും when we are in the kitchen, when we are in the car, when we are in the office, restaurant, ഈ ഒരു കാര്യത്തിൽ മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഒരാഴ്ചക്ക് മുമ്പ് ഞാൻ ഇതിനോട് വന്നിട്ട് അടി ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒന്ന് നമ്മളെ ഫാമിലിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കുമെന്നൊരു ഞാൻ ചോദിച്ച നിമിഷങ്ങളുണ്ട്. അപ്പം എന്താ പറഞ്ഞേ? പുള്ളി പറയും, ഞാൻ ഇതെല്ലാം എൻ്റെ ബ്രെയിനിലുണ്ട്, പക്ഷെ നമുക്കിപ്പം നമ്മളിങ്ങനെ ഒരു കാര്യം തുടങ്ങി, ഫാമിലി ഈസ് സ്റ്റിൽ ഇമ്പോർട്ടൻറ്റ്, എവറിത്തിങ് ഈസ് സ്റ്റിൽ ഇമ്പോർട്ടൻറ്റ്. പക്ഷെ ഞാൻ സംസാരിച്ചില്ലെങ്കിലും ഞാൻ അതെല്ലാം ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. വി ബോത്ത് ആർ, നമ്മൾ രണ്ടും അത് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. അപ്പം വെറുതെ എല്ലാവർക്കും സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളത് എന്തെങ്കിലും വി ഹാവ് ടു ഡു സംതിങ് ഗുഡ് ഫോർ ദം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കഷ്ടപ്പെടുന്നത്. തീർച്ചയായിട്ടും. ചിലപ്പോൾ ഇന്ന് നമുക്ക് സംസാരിക്കാൻ സമയം കിട്ടിയില്ല, പക്ഷെ ഒരു 5 years കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ഫാമിലിയുടെ കൂടെ റിലാക്സ് ആയിട്ടിരിക്കും. അങ്ങനെയാണ് പുള്ളി എന്നോട് പറഞ്ഞൊരു വാക്ക്. അതെ, ഇപ്പൊ കിടന്ന് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാലും നമുക്ക് സമയമുണ്ട്, എല്ലാത്തിനും സമയമുണ്ട്. ഇപ്പോൾ ഇനി ഒരു കാര്യം ചോട്ടെ, ഇങ്ങോട്ടേക്ക് അവിടെ നേരെ ഇന്ത്യയിലേക്ക് വരുന്നുണ്ടോ നമ്മുടെ സിയ പിസ്സ? ഇപ്പം അറ്റ് ദ മൊമെന്റിൽ ഞങ്ങളുടെ ഫർദർ എക്സ്പാൻഷൻ പ്ലാനിൽ എന്തായാലും ഉണ്ട്. നോട്ട് ഓൺലി ഇന്ത്യ, ഓൾ ഓവർ ദ യൂറോപ്യൻ കൺട്രീസ് ആൻഡ് ഏഷ്യൻ കൺട്രീസ് സ്റ്റിൽ ദെയർ ഇൻ അവർ ലിസ്റ്റ്. ഓക്കെ, ഇനി 1-2 കുറച്ച് ഡൗട്ടുകൾ, നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വരുന്ന കുറച്ച് ഡൗട്ടുകളാണ്. ശരിക്കും ഇപ്പോൾ UK പബ്ബൊക്കെ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ലോക്കൽസ് ആണെങ്കിലും പല പല പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട് പല ഏരിയയിലൊക്കെ. അപ്പം നമ്മളൊന്ന് എപ്പോഴും അലേർട്ടായിരിക്കണം. നമ്മുടെ സെക്യൂരിറ്റി സിസ്റ്റം, അവിടെ വരുന്ന കസ്റ്റമറിനെ പ്രൊട്ടക്ട് ചെയ്യണം, ഇതെല്ലാം നമ്മൾ എപ്പോഴും അലേർട്ട്. അതിനൊക്കെ എന്താ ചെയ്യുക? നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള പേപ്പർ വർക്ക്സുകളും പ്രോപ്പർ ആയിട്ടുള്ള ലീഗൽ കോംപ്ലയൻസും മീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു പ്രോബ്ലവും വരില്ല. ഇവിടുത്തെ പോലെ പല ബാറുകളും പൂട്ടിപ്പോകുന്നു, പല പ്രശ്നം വന്ന് പല ബാറുകളും പൂട്ടിപ്പോകുന്നു, അങ്ങനത്തെ ഇഷ്യൂ ഒന്നും നമുക്ക് അവിടെ ഫേസ് ചെയ്യേണ്ടി വരില്ല. പേപ്പർ വർക്ക്സുകളും നമുക്ക് ഗവൺമെന്റ് പറഞ്ഞ ലീഗൽ റിക്വയർമെന്റും കറക്റ്റായിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും പോയി നമ്മൾ പെടൂല. ഇല്ല, 100% ആയിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് നമ്മളെല്ലാം കറക്റ്റായിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്കൊന്നും പേടിക്കാനില്ല. എല്ലാ സൈഡിൽ നിന്നും നമുക്ക് സപ്പോർട്ട് ഉണ്ട്. ഗവൺമെന്റ് സൈഡിൽ നിന്നാണെങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടും. ഇവിടെ എനിക്ക് തോന്നുന്നു അങ്ങനെ നോക്കണേ ഇവിടത്തേക്കാട്ടും കുറച്ചും കൂടി ഈസിയാണെന്ന് തോന്നുന്നു. അവിടെ കാര്യങ്ങൾ ഈസിയും സേഫും ആണ്. നല്ല രീതിയിൽ കാര്യങ്ങൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ UK പോലെ വേറെ നല്ല കൺട്രി ഇല്ല. വളരെ സേഫ് ആയിട്ടുള്ള ജീവിതം നമുക്ക് നയിക്കാൻ പറ്റും. പീസ്ഫുൾ, നല്ലൊരു ലൈഫ് സ്റ്റൈൽ, അതുമാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യമെന്ന് പറയുന്നത്. ഇപ്പം ഫാമിലിക്കാണെങ്കിലും കിഡ്സിന്റെ എഡ്യൂക്കേഷനൊക്കെ അങ്ങനെയാണ് ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് വരുന്നത് പോലും. അപ്പം പല ആൾക്കാർക്കും അവർക്കെല്ലാവർക്കും ഒരു ബിസിനസ്സായി അവിടെ വന്ന് സെറ്റിലായി അവർ
അവർ ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് റൺ ചെയ്യാൻ പറ്റും അവിടെ. അതെ, തീർച്ചയായിട്ടും. ഇപ്പം നമ്മുടെ ഇവിടുന്ന് വരുന്ന ഒരുപാട് കുട്ടികൾ ഇപ്പോൾ പാർട്ട് ടൈം ആയിട്ടും ഇതുപോലെ റെസ്റ്റോറൻറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ മലയാളി കുട്ടികൾ ആരെങ്കിലുമൊക്കെ നമ്മുടെ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ? ഉണ്ടല്ലോ, നമ്മുടെ കിച്ചണിൽ KP ഒക്കെ ആയിട്ട് നമുക്ക് മലയാളികളൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. എന്താ നമ്മുടെ കൂടെ ഉണ്ട്. ഉണ്ട് ഉണ്ട്, അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാവരും. അവിടെ നമുക്ക് എപ്പോഴും വരും നമ്മുടെ അടുത്തേക്കൊക്കെ ഇങ്ങനെ ആളുകൾ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യും. എവറി ഡേ എനിക്ക് പിന്നെ എൻ്റെ ഇമെയിൽ എനിക്ക് റെസ്യൂംസ് കിട്ടാറുണ്ട്. പക്ഷെ നമുക്ക് അത്രയും ആൾക്കാർ ഉൾക്കൊള്ളിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല, എങ്കിലും നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ ആൾക്കാർക്ക് ജോലി കൊടുക്കാറുണ്ട്. ഓക്കെ, ഇപ്പം എത്ര വർഷമായി നമ്മളൊരു ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട്? ഇപ്പം ഇന്ന് വരെ എത്ര നാളായി? 1 വർഷം. കറക്റ്റ് 1 വർഷം കൊണ്ടാണ് നമ്മൾ ഈ രീതിയിലേക്ക് എത്തിയേക്കുന്നത്. ഒക്ടോബർ 14 വരുമ്പോഴാണ് കറക്റ്റ്, ഒക്ടോബർ 24 വരുമ്പോഴാണ് കറക്റ്റ് 1 വർഷമാണ്. നിങ്ങൾ ഇപ്പൊ ഒന്ന് റിലാക്സ് ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല ഇല്ല, ഇപ്പോഴും ഓട്ടത്തിൽ തന്നെയാണ്. കാരണം അത്രയും വലിയൊരു ടെൻഷൻ നമ്മുടെ ഇപ്പൊ നാട്ടിലാണെങ്കിലും അപ്പൊ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇപ്പൊ നിതിൻ അവിടെ ഉണ്ട്, എന്നാലും ആ ഒരു ടെൻഷൻ ഇപ്പോഴും ഉണ്ട്, ഇവിടെ ഇരിക്കുമ്പോഴും ഉണ്ട്. ഞങ്ങൾക്ക് എന്തായാലും ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ഒരാളവിടെ നിതിൻ അവിടെ നിന്നിട്ട് ഞാൻ ഇവിടെ വന്ന് ബാക്കി കാര്യം. അപ്പം ഞങ്ങളുടെ ആണെങ്കിൽ പോലും ഒന്നിച്ചുള്ള ഈ ബിസിനസ് പോലെ ഞങ്ങളുടെ ഒന്നിച്ചുള്ളൊരു കാര്യങ്ങൾ, ഒന്നിച്ചുള്ളൊരു ഫാമിലി ലൈഫ് ആണെങ്കിൽ പോലും കുറേ ഡിഫറൻസ് വരുന്നുണ്ട്. ഇപ്പോൾ ഒന്നിച്ചൊരു സ്ഥലത്ത് പോകാം, ഒന്നിച്ച് നാട്ടിൽ വരാമെന്നൊന്നും ഞങ്ങൾക്ക് സാധിക്കില്ല, ഇപ്പോൾ ഉള്ള ഒരു അവസ്ഥയിൽ ഞങ്ങൾക്ക് സാധിക്കില്ല. പക്ഷേ അടുത്തൊരു 5 വർഷത്തിനുള്ളിൽ ഞങ്ങളിത് സെറ്റ് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട്. അടുത്തൊരു 5 വർഷത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫാമിലിയായിട്ട് സമാധാനമായിട്ടിരിക്കാം, ഞങ്ങളുടെ മോളുടെ കൂടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ കഷ്ടപ്പെട്ടാലും ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് അറിയാം. ഓക്കെ, നമ്മൾ ഈ ഒരു വർഷം കൊണ്ട് ഈ ഒരു മേഖലയിൽ വരുത്തിയേക്കുന്ന മാറ്റങ്ങൾ എന്താ? നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ വരുത്തിയേക്കണം ചെറിയൊരു മാറ്റമായിരിക്കാം, അതെന്താണെന്ന് നമുക്ക് ഓർമ്മയില്ല. ഞങ്ങൾ ആദ്യം ചെയ്തത് ഒരു മാറ്റം എന്ന് പറയുന്നത്, ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സംതിങ് ന്യൂ, വി നീഡ് ടു ഡു ഇറ്റ്. അപ്പം ആദ്യം ഞങ്ങൾ സെറ്റ് ചെയ്തു, ഞങ്ങളൊരു കൺസൾട്ടന്റിനെ കൊണ്ടുവന്നു, മെനു മോഡിഫിക്കേഷൻ ചെയ്തു. ഒരുപാട് ഞങ്ങൾ ഒരു 3 ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൾക്കാരെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ഒന്ന് നടത്തി, ശരിയായില്ല. അടുത്ത് അവിടെയും ഞങ്ങൾ കുറേ പിന്നെ ഞങ്ങളുടെ കുറേ എക്സ്പെൻസുകൾ അവിടെയും പോയിട്ടുണ്ട്. അപ്പം 1 ചെയ്തു, അതിൻ്റെ റിപ്പോർട്ട് എടുത്ത് നോക്കി നമുക്കൊരു വലിയ ഫലമില്ല. 2 ചെയ്തു, ഇല്ല. 3 ചെയ്തു. അങ്ങനെ പല ആൾക്കാരും ട്രൈ ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ഒരു ലെവലിലേക്ക് വന്നതുപോലെ. ഓക്കെ, ഒരു പല രീതിയിൽ പല ആൾക്കാർ പല കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒരു കാര്യം മാത്രമല്ല ഇംപ്ലിമെന്റ് ചെയ്തത്, പല കാര്യങ്ങളും ഇംപ്ലിമെന്റ്. ഇപ്പം ഞാനൊരു ചെറിയ ടിപ്സ് പറയാം കേട്ടോ. ഞങ്ങൾ റീസെന്റ് ഇംപ്ലിമെന്റ് ചെയ്തൊരു കാര്യമാണ്, ഡ്രിങ്ക്സ് എടുക്കുന്ന ആൾ, അതായത് ബിയറോ ലാബറോ അങ്ങനെ എന്തെങ്കിലും എടുക്കുന്ന ആൾക്കാർക്ക് ഞങ്ങൾ ഒരു ചെറിയ ബൗളിൽ ഞങ്ങൾ കുറച്ച് സാൾട്ടഡ് നട്ട്സ് കൊടുക്കും. പക്ഷേ അവിടെ കൊണ്ടുവന്നൊരു മാറ്റം എന്ന് പറയുന്നത്, ഒരു ബിയർ മേടിക്കുന്ന ആൾ 2-3 എത്തി. ബിക്കോസ് ദാറ്റ് തേഴ്സ്റ്റ് കൂടും, ദാഹം കൂടും. ഈ നട്ട്സ് ഇതിന്റെ കൂടെ കഴിക്കുമ്പോൾ, സാൾട്ടഡ് നട്ട്സ് കഴിക്കുമ്പോൾ നമുക്ക് ദാഹം കൂടും. ദാഹം കൂടുമ്പോൾ 1 എന്താകും, 3 പോകും. ഞങ്ങൾക്ക് അപ്പം നട്ട്സിന് വരുന്ന ഒരു കോസ്റ്റ് എന്ന് പറയുന്ന ഒരു 50p ഒക്കെയാണ് ഞങ്ങൾക്ക് വരുന്ന ഒരു കോസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഞങ്ങൾക്കൊരു ഡ്രിങ്ക്സിൽ കിട്ടുന്ന പ്രോഫിറ്റ് മാർജിൻ 60%. അപ്പം 2-3 ഡ്രിങ്ക്സ് പോകുമ്പോൾ ഞങ്ങൾക്ക് പ്രോഫിറ്റ് മാർജിൻ ഡബിൾ വന്നു. നട്ട്സ് ഫ്രീ കൊടുത്താലും സ്റ്റിൽ വി ആർ മേക്കിംഗ് മണി. അങ്ങനെ പല കാര്യങ്ങൾ പല ടൈമിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. നമ്മുടെ പഴയൊരു സിനിമയിൽ തിലകം പറയുന്നുണ്ട്, മീൻകറിയിൽ എരിവ് പോരാ, കുടിക്കുന്നവന്റെ ചങ്ങ് ആളി കത്തണം, അന്നേരം കള്ള് വീണ്ടും കുടിക്കുള്ളൂ. ഇതേപോലെ ആ ഒരു ടെക്നിക്കാണ് ഞങ്ങൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോഴും ഓരോ ദിവസവും, കാരണം എല്ലാ തിരക്കുകളും ഉണ്ട്, പുതിയ ഐഡിയാസ് എല്ലാം കൊണ്ടുവരാൻ വേണ്ടി അതിനു വേണ്ടി ഒരു ടൈം നിങ്ങൾ രണ്ടുപേരും കണ്ടെത്തുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ടീം ഒരുമിച്ചിരിക്കുന്നുണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ ഞാനും നിതിനും ഒരു ഐഡിയ കൊണ്ടുവന്നിട്ട് ഞങ്ങളത് ടീമിൽ കൊടുക്കും. അവിടുന്ന് ഞങ്ങളത് വർക്ക്ഔട്ട് ചെയ്താണ് കൊണ്ടുവന്നത്. ഇപ്പം ഞങ്ങളുടെ ലേറ്റ് നൈറ്റ്സ് ഒക്കെ ഞങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത്, ഇപ്പം ഒരു റെസ്റ്റോറൻ്റ് ഒക്കെ അടച്ച് 11 o'clock ഞങ്ങൾ റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്യും. ഒരു 11 to 2 AM വരെയൊക്കെ ഞങ്ങളുടെ ഡിസ്കഷൻ ഇതാണ്, what new we can do it. ഓക്കെ, പിന്നെ ഈ വരുന്ന കസ്റ്റമേഴ്സിന്റെ അടുത്ത് ബിഹേവ് ചെയ്യാനും അതിനെല്ലാം കൊടുക്കുന്ന നമ്മുടെ ടീമിന്റെ അടുത്ത് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ ഭാഗത്തു നിന്നാണ് ഞാനാണ് ആ ഏരിയ ഒക്കെ ഡീൽ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ദേ ഹാവ് ടു ഫീൽ ലൈക്ക് എ ഹോം. നമ്മൾ ഒരു കസ്റ്റമേഴ്സിനെ കസ്റ്റമേഴ്സിനെ കിങ് ആയി ട്രീറ്റ് ചെയ്യണം. നമ്മൾ അവിടെ സ്ലേവ് ആയിരിക്കും, പക്ഷേ അവർ കസ്റ്റമേഴ്സ് ആർ കിങ് ആൻഡ് ക്യൂൻസ്. ആ ഒരു രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്താൽ ദേ വിൽ കം ബാക്ക്. അതാണ് ഹോസ്പിറ്റാലിറ്റിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഫുഡ് ഒരു 60% ആയിരിക്കും നമ്മുടെ ഫുഡ് അടിപൊളി, ബാക്കി ഒരു 50% ഫുഡ് അടിപൊളി ആയിരിക്കാം, ബാക്കി ഒരു 20% ആംബിയൻസ്, ബാക്കി 30% നമ്മളെ എങ്ങനെ അവരെ ട്രീറ്റ് ചെയ്യുന്നത്. We have to treat them like a king and queen. ആ ഒരൊറ്റ വേർഡാണ് ഞാൻ എൻ്റെ സ്റ്റാഫിനോട് പറയാറുള്ളൂ, treat them like a king and queen. ഓക്കെ, ഇനി വേറൊരു കാര്യം, ഇപ്പോൾ ഒരുപാട് പല വ്ളോഗേഴ്സ് ആണെങ്കിലും UK നിന്നുകൊണ്ട് തന്നെ പല വ്ളോഗേഴ്സും ഇങ്ങോട്ടേക്ക് ആരും വരരുത്,
ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളാണ്, നിങ്ങളിവിടെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെങ്കിൽ നിങ്ങൾ പെട്ടുപോകും, ഇങ്ങനെയൊക്കെ പല രീതിയിൽ വരുന്നുണ്ട്. എന്നാൽ ഒരുപാട് ആൾക്കാർ അതിനിടയിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഞങ്ങളും UK ഉള്ളത് ഇവിടെ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഇപ്പോൾ സിയ ഓഫീസ്, അപ്പോൾ നമ്മുടെ സ്ഥാപനം ഇപ്പോൾ നമ്മൾ ഒരുപാട് ബ്രാഞ്ചുകൾ പലരും ഏറ്റെടുത്ത് നടത്താൻ പ്ലാൻ ചെയ്യുന്നവരുണ്ടാവും. ഇപ്പം ഇവർ ആലോചിക്കുന്നത്, ഇവരും ഈ വ്ളോഗൊക്കെ കാണുന്നുണ്ടാവും, ഇനിയിപ്പോൾ ഈ പറയുന്ന പോലെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങളും പെട്ടുപോകും, ഇങ്ങനെയൊക്കെ ടെൻഷൻ ഉണ്ടാവും. അവരോട് എന്താ പറയാനുള്ളത്? അതിൽ സിയ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ്സ് ഒരു 400,000 പൗണ്ട് അല്ലെങ്കിൽ 600,000 പൗണ്ട് ടേൺ ഓവർ ഉള്ള ബിസിനസ്സുകൾ, അപ്പം ഇതുപോലെയുള്ള ബിസിനസ് ഞങ്ങൾ ടേക്ക് ഓവർ ചെയ്ത് റീബ്രാൻഡ് ചെയ്യും. ഇപ്പൊ റീബ്രാൻഡ് ചെയ്യുന്നതിന്റെ ഒരു അങ്ങനെ ചെയ്യുമ്പോൾ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത്, ഈ ബ്രാഞ്ച് നമ്മുടെ സിയുടെ ഒരു ബ്രാഞ്ച് പർച്ചേസ് ചെയ്ത് വരുന്ന ആൾക്ക് അതൊരു സ്ക്രാച്ച് ഒന്നും തുടങ്ങുന്ന പോലെ ഫീൽ ചെയ്യില്ല. ഡേ 1 തൊട്ട് അവർക്കൊരു ഇൻകം, അവർ ഫാമിലി ആയിട്ട് വരുമ്പോൾ സ്ട്രഗിൾ ചെയ്യാണ്ട് നല്ലൊരു ലൈഫ് സെറ്റിൽ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഈ ബിസിനസ് ഇവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് പോലും. പിന്നെ മറ്റൊരു ഞങ്ങൾ ഒരു 2 to 3 months ഇവരുടെ കൂടെ നിന്ന് ട്രെയിനിങ് ബിസിനസിന്റെ ഇൻ ആൻഡ് ഔട്ട്, ബിക്കോസ് ദിസ് കൺട്രി ഇസ് ന്യൂ ഫോർ ദം. ഞാൻ ഒന്ന് ഒരു കാര്യം പറയട്ടെ, വിട്ടുപോയിരിക്കും നമ്മളെ. അതായത് ഇപ്പം ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ ബ്രാഞ്ച് എടുത്ത് ഞാൻ അവിടെ വരികയാണെങ്കിൽ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് എന്ന് പറഞ്ഞ സാധനം നഷ്ടത്തിലേക്കാണോ, ആ ഒരു പേടി വേണ്ട. ഇല്ല, ഞങ്ങൾ അതിനെ റണ്ണിങ്ങിലാക്കി എല്ലാ എക്സ്പെൻസും മീറ്റ് ചെയ്ത രീതിയിൽ നിങ്ങൾക്ക് ഒരു ഇൻകം കിട്ടുന്ന രീതിയിലാണ് ഞങ്ങൾ സെറ്റ് ചെയ്ത് തരുന്നത്. അപ്പൊ അതിലാണ് ഞങ്ങൾ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് പോലും. അങ്ങനെയാണ് ഞങ്ങളുടെ ഈ ബ്രാഞ്ചിൽ ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ്സ് നോട്ട് ഹാർഡ് ഫോർ us to do that. ശരി, ഈ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊന്നും അവിടെ ഇവിടെ കേട്ടുണ്ടോ ആരും വിശ്വസിക്കേണ്ട. ഇല്ല, ആരും വിശ്വസിക്കേണ്ട. സിയക്ക് ഇത് സ്റ്റിൽ ചെയ്യാൻ പറ്റും. വി ഹാവ് പ്രൂവൻ ദാറ്റ് ഓൾസോ. അപ്പം ഇനി വരുന്ന ആൾക്കാർക്കാണെങ്കിലും അവരുടെ ഫാമിലി ആയിട്ട് UK സ്റ്റിൽ ഒരു ബിസിനസ് ആയിട്ട് ജീവിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോൾ എനിക്ക് അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, അവിടെ നമ്മുടെ ബ്രാഞ്ച് തുറന്ന് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് എന്നെ കോൺടാക്ട് ചെയ്യാം. എങ്ങനെ, എവിടെ നിന്ന്? അപ്പം എൻ്റെ അലീന ജേക്കബ് എന്നുള്ള ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്, അല്ലെങ്കിൽ അലീന ജേക്കബ് എന്നുള്ള ഫേസ്ബുക്ക്, അതും അല്ലെങ്കിൽ ഞങ്ങളുടെ കമ്പനിയുണ്ട് NS ഗ്ലോബൽ വെഞ്ചർ എന്ന് പറഞ്ഞ കമ്പനിയുണ്ട്. ആ കമ്പനിയിൽ എൻ്റെ മൊബൈൽ നമ്പർ, എൻ്റെ ഇമെയിൽ ID എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കും. ഇതിലും മെൻഷൻ ചെയ്യും. അപ്പോൾ അതിൽ ഡയറക്റ്റ് എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഇൻഫർമേഷൻസ് എല്ലാം ക്ലിയർ ആയി പറഞ്ഞ ഒരു സൂം മീറ്റിംഗ് വെച്ച്, ഡയറക്റ്റ് മീറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഡയറക്റ്റ് മീറ്റ് ചെയ്യാം. സൂം മീറ്റിംഗ് വെച്ച് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്ത് പ്രോപ്പർ ലീഗൽ പേപ്പർ വർക്ക്സും കമ്പനി ഹൗസിൽ ഷെയർസുകൾ ആഡ് ചെയ്ത് പ്രോപ്പർ ആയിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ഇവർക്ക് ഫാമിലി ആയിട്ടൊരു വിസയും കൊടുത്ത് ഞങ്ങൾ ചെയ്യുന്നത് കമ്പനിയിൽ തന്നെ, ആ ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനി അല്ലെങ്കിൽ ഇവർ പർച്ചേസ് ചെയ്യുന്ന കമ്പനി തന്നെ സെൽഫ് സ്പോൺസർ ചെയ്യുന്ന ഒരു രീതിയിലാണ് ഞങ്ങൾ ഇവരെ കൊണ്ടുവരുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് ഇവരെ ഫാമിലി ആയിട്ട് UK മൂവ് ചെയ്ത് അവിടെ സെറ്റിൽ ആക്കാൻ ഞങ്ങൾക്ക് പറ്റും. ഓക്കെ, ഇതിന്റെ സ്ഥലങ്ങൾ, ഇപ്പം ഏറ്റവും തിരക്കുള്ള അല്ലെങ്കിൽ കസ്റ്റമർ എപ്പോഴും വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ, അതെല്ലാം ഹെൽപ്പ് ചെയ്യും. യെസ്, അപ്പോൾ ഞങ്ങൾ ഒരു പുതിയൊരു എക്സിസ്റ്റിംഗ് ബ്രാഞ്ച് ടേക്ക് ഓവർ ചെയ്യുമ്പോഴാണെങ്കിൽ ഞങ്ങൾ ഈ മാർക്കറ്റ് സ്റ്റഡി എല്ലാം നടത്തിയതിന് ശേഷമാണ് എത്ര ഒരു അപ്രോക്സിമേറ്റ് സെയിൽ, അല്ലെങ്കിൽ ഇപ്പം എടുക്കാൻ പോകുന്ന ബ്രാഞ്ചിന്റെ ആണെങ്കിൽ എടുക്കാൻ പോകുന്ന എക്സിസ്റ്റിംഗ് റെസ്റ്റോറൻറ്റിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, ടാക്സ് ഫയൽ ചെയ്തത്, ഈ പേപ്പർ വർക്ക്സ് ഒക്കെ നോക്കി അവർക്ക് എത്ര ടേൺ ഓവർ, എത്ര പ്രോഫിറ്റ്, എവിടെയെല്ലാം ഇൻകം പോകും, ഇനി ഇവർക്ക് എന്തെല്ലാം കിട്ടും, ഇതെല്ലാം നോക്കിയിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഇത്രയും പേപ്പർ വർക്ക്സ് ചെയ്യുന്നതിനാണ് ഞങ്ങൾ ഈ എമൗണ്ട് മേടിച്ച്, അങ്ങനെയാണ് ഞങ്ങൾ ഈ എമൗണ്ട് മേടിച്ച് ഇവരെ കൊണ്ടുവരുന്നത്. അല്ലാണ്ട് വെറുതെ എമൗണ്ട് മേടിച്ച് വെറുതെ ഒരു ഫാമിലിനെ UK എത്തിക്കുക എന്നുള്ളൊരു മോട്ടീവ് അല്ല ഞങ്ങളുടെ. കൊണ്ടുവന്ന് അവരിവിടെ സെറ്റിലാക്കി ബിസിനസ് അവരുടെ കയ്യിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഒറ്റ വാക്കിൽ പറയാം, UK നിങ്ങൾക്ക് ബിസിനസ് ചെയ്യണോ, സക്സസ് ആവണോ, കോൺടാക്ട് ചെയ്തോളൂ, ഇത്രേ പറയാനുള്ളൂ. ഓക്കെ, വിജയിച്ച് നിൽക്കുന്നവരാണ്. നമ്മുടെ നേരത്തെ ഓണർ, ഇപ്പം നമുക്ക് തന്ന ഓണർ പിന്നെ അവിടെ വരാറുണ്ടോ? He never come back. ഇല്ല, ഇതൊന്നും കണ്ടു നിൽക്കാനുള്ള ശക്തിയില്ല. എനിക്കതാണ്, ഞാൻ I welcome him many time, but he never come back. ഫോൺ എടുക്കും, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ പുള്ളി പറഞ്ഞു തരും, പക്ഷെ പിന്നെ ഒരിക്കൽ പുള്ളി വന്നിട്ടില്ല. അതെ, ചിലപ്പോൾ അദ്ദേഹത്തിന് ഓരോരുത്തരുടെ ഐഡിയ ആണല്ലോ ഓരോന്നും നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നത്. നമുക്ക് വരുന്ന കസ്റ്റമേഴ്സ് ഇന്ത്യൻസ് ആണോ അല്ലെങ്കിൽ അവിടുത്തെ നാട്ടുകാരും എല്ലാവരും വരുന്നത്? ഞങ്ങൾക്ക് 80% ലോക്കൽ പീപ്പിൾസ്, ബ്രിട്ടീഷ് ബ്രിട്ടൻ ലോക്കൽ പീപ്പിൾസ് ആണ് ഞങ്ങൾക്ക് 80% വരുന്നത്. അതിൽ 20% മിക്സ്ഡ് നേഷൻസ്. ഓക്കെ, ഒറ്റ വാക്കി പറഞ്ഞ നമ്മുടെ വിജയത്തിന്റെ രഹസ്യം എന്താണ്? 2 peoples decided to build their own empire in the UK. That's the thing. ഓക്കെ, എന്തായാലും ഒരുപാട് പേർക്കുള്ള ഒരുപാട് ഐഡിയാസാണ് നമ്മുടെ ഈ വാക്കുകളിൽ നിന്ന് തന്നെ കിട്ടുന്നത്. കാരണം ഇനി ഒരുപാട് എത്തിപ്പിടിക്കാനുണ്ട്, ഒരുപാട് വിഷൻസ് നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ചെറിയ ചെറിയ ടാർഗറ്റുകളൊക്കെ അച്ചീവ് ചെയ്ത് പോകുമ്പോൾ നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഇവിടെ ഇരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. ഒരുപാട് മുമ്പിലേക്ക് ഇനി ഒരുപാട് ആളുകൾ നിങ്ങളുടെ വഴി കൂടി സഞ്ചരിച്ച് വരുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റും നിങ്ങളെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. അവർക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ലൊരു എന്താ പറയുക, ഒരു അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വളരെ നന്നായി സത്യസന്ധമായിട്ടൊരു ബിസിനസ് ചെയ്യാന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ലാഭം മാത്രമല്ല, ചുറ്റും വരുന്ന കസ്റ്റമേഴ്സിൻ്റെ ടൈമും അവരുടെ ലാഭവും അവരുടെ വാല്യൂ, അവർക്കെല്ലാം വാല്യൂ കൊടുക്കുന്നുണ്ട്. ഇതാണ് ഒരു സാധാരണ ഒരു കസ്റ്റമറിന് വേണ്ടത്.
അതെ. അപ്പോൾ ഇതിൽ ഇതേപോലെ വിജയകരമായിട്ട് ഒരുപാട് മുമ്പിലേക്ക് പോകട്ടെ. എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരിടുന്നു. കാരണം ഇതൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. ഈ നമ്മുടെ സിയ പിസ്സ ഇന്ത്യയിലേക്കും വരട്ടെ, നമ്മുടെ കേരളത്തിലും വരട്ടെ, ലോകത്ത് എല്ലായിടത്തേക്കും എത്തട്ടെ. എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരിടുന്നു. താങ്ക് യു സോ മച്ച്.